സാധാരണ ഈ സൈക്യാട്രിക് ഡോക്ടർമാർക്ക് ഒടുവിലൊക്കെ ആവുമ്പോൾ കിളി പോകുമെന്ന് കേൾക്കാറുണ്ട്. ബാക്കി ഡോക്ടർമാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായി കേൾക്കാറില്ല. സൈക്യാട്രിക് ഡോക്ടർമാർക്ക് സംഭവിക്കുന്നത് അവർ കുറേ പേഷ്യൻസിനെ ചികിത്സിച്ച് അവരുടെ രോഗങ്ങൾ കേട്ട് കേസ് ഹിസ്റ്ററി കേട്ട് അതൊക്കെ മനസ്സിൽ കയറ്റി അങ്ങനെയൊക്കെ അവസാനം രോഗികളായി പോകുമെന്നാണ് കേൾക്കുന്നത്. കൗൺസിലിംഗ് മെത്തഡോളജിയിൽ കൗണ്ടർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു പരിപാടിയും ഏതാണ്ട് അതുതന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു കൗൺസിലർ തൊട്ടു മുന്നിൽ കൗൺസിൽ ചെയ്യാനിരിക്കുന്ന ആളിൻ്റെ കഥകൾ കേട്ട് ഈ കൗൺസിലറിൽ നിന്ന് കൗൺസിലിയിലേക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻ ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ അവരുടെ സെൽഫ് ബിൽഡിങ്ങിന് പകരം അവരുടെ നെഗറ്റീവ്സ് എല്ലാം കൂടി ഇങ്ങോട്ടടിച്ച് നമ്മൾ സാധാരണയില്ല കറണ്ട് അടിക്കുമ്പോൾ പണ്ട് ടി വിയിൽ ഒരു പരസ്യം കാണിക്കുന്ന പോലെ മുടിയൊക്കെ പൊങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലെത്തുന്ന ഒരു പ്രശ്നമുണ്ട്. അതിനാണ് കൗണ്ടർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ടോക്സിക് റിലേഷൻഷിപ്പിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതിപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാനൊന്നുമല്ല പറഞ്ഞത്. നമ്മുടെ സരിൻ ഡോക്ടർക്ക് ഈ പറഞ്ഞതുപോലെ കിളി ചെറുതായിട്ടല്ല മൊത്തം പോയിരിക്കുന്നൊരവസ്ഥയിലാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഷാഫിയുടെ ഓഫീസിലേക്ക് പോവും, അവിടെ ചെന്ന് എന്താണ്ടൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ലീഗിൻ്റെ ആഫീസിലേക്ക് പോവും, അത് കഴിഞ്ഞ് വേറെ ഏതാണ്ട് ആഫീസിലേക്കൊക്കെ പോവും എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ എങ്ങനെയെങ്കിലും ഈ ആഫീസിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്ന് രാത്രിയിലും പകലിലുമൊക്കെയായി മരുന്ന് കൊടുക്കുകയോ നെല്ലിക്കാത്തളം വെക്കുകയോ ഒക്കെ ചെയ്താൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, സിവിൽ സർവീസും MBBS ഒക്കെ കൂടിയാണ് ഇവിടെ അപമതിക്കപ്പെടുന്നത്. കഷ്ടമാണ് കാര്യങ്ങൾ. ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. സാധാരണ മത്സരിച്ച് കഴിഞ്ഞാൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് നോക്കട്ടെ വരട്ടെ റിസൾട്ട് അറിയട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി വിജയത്തിൽ എവിടെയും ഒരു വലിയ സാധ്യതയായി സരിൻ്റെ വിജയം കൽപ്പിക്കുന്നില്ല. രണ്ട് പക്ഷത്തു നിന്ന് പറയുന്നവർ കോൺഗ്രസ് BJP എന്നാണ് പറയുന്നത്. എന്നാൽ സരിൻ ജയിക്കുമെന്ന് പറഞ്ഞാലും അത് ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. ജയിച്ച് കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഈ കിളി പറന്ന് പോയി എന്ന് തോന്നിപ്പോകുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ഷാഫി പറമ്പിലിൻ്റെ ആഫീസിലേക്ക് പോകുമത്രേ. അവിടെ ചെന്ന് മണ്ഡലത്തിലൊന്നും ചെയ്യാത്തതിൻ്റെ കാരണങ്ങളും അതിൻ്റെ മിനിറ്റ്സ് ബുക്കും ഏതാണ്ടൊക്കെ കൈപ്പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. കുറഞ്ഞ പക്ഷം 3-4 തവണ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ പോയി നിന്ന് ജയിച്ച് പിന്നെ വടകരയിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച ഷാഫി പറമ്പിലിനെ ഈ പറഞ്ഞ ഒറ്റപ്പാലത്ത് നിന്ന് ഒറ്റ ഓട്ടത്തിന് രക്ഷപ്പെട്ടു പോരുന്ന സരിൻ പിന്നെ വട്ടം ചുറ്റിക്കറങ്ങി ഇപ്പോൾ ഏതാണ്ട് പട്ടം മേക്കാറ്റ് പിടിച്ച് പൊട്ടിയതുപോലെ പട്ട കറങ്ങുന്നത് പോലെ പട്ടം തിരിഞ്ഞ് മുട്ടൻ കറക്കം കറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഒരു ഔചിത്യമൊക്കെ വേണ്ടേ? ചുമ്മാതാണോ പത്രസമ്മേളനത്തിൽ നിന്ന് സൗമ്യ എഴുന്നേറ്റ് പോയത്? പിന്നെ അവിടെ പോയിട്ട് ലീഗിൻ്റെ ആഫീസിൽ പോവും, പിന്നെ UDFൻ്റെ ആഫീസിൽ പോവും, പിന്നെ വേറെങ്ങാണ്ട് പോവും. ആ പോകുന്നതിനെല്ലാം മുമ്പ് ഈ മാനസികാവസ്ഥയ്ക്കൊരു ശാന്തത കിട്ടാൻ കുറഞ്ഞ പക്ഷം 2 ഈ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്ന് കഴിച്ച് സുഖമായി ഉറങ്ങണം. ഉറങ്ങി ആ വെട്ടിയ പിരിയെല്ലാം കറക്റ്റ് സ്ഥലത്ത് വീഴണം. വീണ് റെഡിയായി വരണം. ഇല്ലെങ്കിൽ ഇത് വല്ലാത്ത ദുരന്തമായി തീരും. ഏതായാലും ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് സുരേഷ് ഗോപിക്കൊരു അനിയൻ ജനിച്ച ലക്ഷണമാണ് ഇപ്പോൾ കണ്ടിട്ട് തോന്നുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അതെന്താകുമെന്നുള്ളത് കണ്ടറിയണം. പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിന് വേണ്ടി, ആ മനുഷ്യന് വേണ്ടി.